കാശ്മീരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അമൃത്സറിലെത്തി. അമൃത്സറിൽ നിന്ന് ഒറ്റ ദിവസത്തിന് ജയ്പൂരിൽ വന്നിട്ട് ജയ്പൂരിലെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ള ഹവാമഹലും ഹാംബോർട്ട് ഫോർട്ടും കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫബീറാണ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരാണ് കേട്ടോ. ജയ്പൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്ന് ജയ്പൂരും നാളെ അജ്മീറും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 26-നാണ് നമ്മൾ നാട്ടിലേക്കുള്ള ഡൽഹിയിൽ നിന്ന് തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ജയ്പൂർ എത്തുമ്പോൾ ഏകദേശം രാവിലെ 11 മണിയാണ്. റൂമും ചെക്കിങ് ചെയ്ത് കഴിഞ്ഞതിനൊക്കെ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ജയ്പൂരിൽ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹവാമഹലും ഒന്ന് ആംബർ ഫോർട്ടുമാണ്. ഇത്തിരി 2 സ്ഥലങ്ങളെ ചിലപ്പോൾ നമുക്ക് ഇന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഹവാമഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു റിക്ഷ, ബാറ്ററി കൊടുക്കുന്ന റിക്ഷ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഹവാമഹലിൻ്റെ അവിടേക്ക് പോവാണ്. ജയ്പൂരിൽ വന്നിട്ടുള്ള ആദ്യ യാത്ര. നമ്മൾ താർക്കിസൂറിന്റെ വണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ബാറ്ററി ഓടുന്ന റിക്ഷയാണ് ഇത്. നമ്മൾ ഹൈദരാബാദ്, ജയ്പൂർ മുതലായ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇതുപോലത്തെ റിക്ഷാസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഒരു വണ്ടിക്ക് 100 രൂപ വെച്ചിട്ടാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഹവാമഹലിലേക്ക് ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റിക്ഷയിൽ തന്നെയാണ് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള റിക്ഷകൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതൊരു പ്രത്യേക ഒരു ഫീലുമാണ്. അത് മാത്രമല്ല നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കൂടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് ജയ്പൂർ കേട്ടോ. ആക്ച്വലി നമ്മൾ കാശ്മീരിൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് അമൃത്സറിൽ പോയിട്ട് വാഗാ ബോർഡറൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ അജ്മീറിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമൃത്സറിൽ നിന്ന് ഏകദേശം 13-13.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് അജ്മീറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വോൾവോ ബസ്സായിരുന്നു. പക്ഷേ വോൾവോ ബസ് ഒരു സ്റ്റാൻഡേർഡ് വോൾവോ ബസ്സൊന്നും എന്തില്ല, നമുക്ക് ഡയറക്റ്റ് അജ്മീറിലേക്ക് കിട്ടിയില്ല. ബസ്സസൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഒന്നും നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ബസ്സസൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അമൃത്സറിൽ നിന്ന് ജയ്പൂരിലേക്കായിരുന്നു ഏറ്റവും നല്ല ബസ്സസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ബസ് എടുത്ത് ജയ്പൂർ വന്ന് അപ്പോൾ തന്നെ നമ്മൾ അജ്മീറിൽ പോകുന്ന പ്ലാനാണ് ചെയ്തത്. പക്ഷേ ജയ്പൂരിലെത്തിയപ്പോൾ തോന്നി ഒരു ദിവസം നമുക്കിവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം അജ്മീറിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാന്ദ്പോൾ ബസാർ റോഡിലൂടെയാണ് കേട്ടോ. നമ്മൾ നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അവിടുന്ന് റിക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചാന്ദ്പോൾ മാർക്കറ്റ് കേട്ടോ. पाव भाजी പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന രാജസ്ഥാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ജയ്പൂരിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത്, എത്ര ദിവസം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡേഷനിൽ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. നമ്മൾ അധിക സമയമൊന്നും നമുക്ക് ഹവാമഹലിലൂടെ സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹവാമഹലിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 50 രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിലായി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബോർഡ് കാണുന്നുണ്ടോ, ഇതേ കാണുന്ന ആ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡ് വഴി നമ്മൾ ഹവാമഹലിൽ നിന്ന് ബോർഡ് ഉണ്ടല്ലേ, അതുവഴി നമ്മൾ ഉള്ളോട്ട് കയറിയിട്ട് വേണം നമ്മൾ ഇതിനുള്ളിൽ കയറാൻ വേണ്ടി കേട്ടോ. ആക്ച്വലി നമുക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഒന്ന് ഹവാമഹലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോകാമെന്നുള്ള പ്ലാൻ നമ്മൾ ആക്കിയിട്ടുള്ളത്. നിങ്ങളെ ഈ ഓട്ടോൻ്റെ പുറകിൽ എഴുതിയിട്ടുള്ളതൊന്ന് ശ്രദ്ധിച്ചോ, ലൈഫ് ഈസ് എ ഷോർട്ട് ടൈം, ഇസ് ദ ഫാസ്റ്റ് ടു ബി റീപ്ലേ ഓർ റിവൈൻഡഡ്, സോ എൻജോയ് എവറി മൊമെന്റ് ആസ് ഇറ്റ്സ് കം. എത്ര ശരിയാണല്ലേ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര ചെറുതാണ്. അപ്പോൾ അതിലെ ഓരോ നിമിഷവും നമുക്ക് അത്രയും മനോഹരമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പിങ്ക് സിറ്റി എന്ന് ജയ്പൂരിന് പേര് നൽകിയിട്ടുള്ള ഹവാമഹലിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കാണാൻ പോകുന്നത് ആ ഒരു ഹിസ്റ്ററിയിലേക്കുള്ള ഒരു നടന്നുകയറ്റം തന്നെയാണ്. കാറ്റുകളുടെ മാളിക എന്നറിയപ്പെടുന്ന ഹവാമഹലിന്റെ മുന്നിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 1799 അന്നത്തെ മഹാരാജാവായിരുന്ന സവായ് പ്രതാപ് സിംഗ് ആണ് ഈ ഒരു മാളിക ഇവിടെ പണി കഴിപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 953 ചെറിയ ജാലകങ്ങൾ അല്ലെങ്കിൽ ചെറിയ വിൻഡോസ് അല്ലെങ്കിൽ ചെറിയ ജനലുകളുള്ള ഒരു 5 നില കെട്ടിടമാണ് കേട്ടോ ഈ ഒരു ഹവാമഹൽ. ഈ ഒരു മഹലിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക്
ഈ മഹലിന്റെ പുറത്തുള്ള സ്ട്രീറ്റ് അല്ലെങ്കിൽ ആ തെരുവിലെ ഇവന്റുകളും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ വിൻഡോസ് ആണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഹവാ മഹലിന്റെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് പോകാനുള്ള ഒരു പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ ആമർ ഫോർട്ട് ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഒരു സ്പോട്ടിലേക്ക് വരും. കാരണം ഹവാ മഹലിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ പകലെന്ന് മാത്രമല്ല രാത്രിയിലും വന്ന് കാണേണ്ടതുണ്ട്. അപ്പൊ രാത്രിക്കത്തെ ഹവാ മഹലിന്റെ വ്യൂ കാണാൻ വേണ്ടി നമ്മൾ തിരിച്ച് വിടേക്കേണ്ടി വരും കേട്ടോ. ഇതെന്താകുമ്പോ നമുക്ക് ഗ്ലാസ് വാങ്ങണം, കൂളിംഗ് ഗ്ലാസ് വാങ്ങണം. ഒരെണ്ണം മതി. എന്താ മഞ്ഞ അടിച്ചോ? 100 വെള്ളം വേണ്ടേ? വേറെ ജ്യൂസ് എന്തെങ്കിലും വേണോ? ഓറഞ്ച് ജ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. 50 50 50 रुपये ഓറഞ്ച് ജ്യൂസ്. एक दियो भाई साहब, एक दियो. खाली हो गया, ड्रम खाली हो गया. അപ്പോൾ നമ്മൾ ഗുൽഫി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗുൽഫി ഷോപ്പിൻ്റെ മുന്നിൽ സത്യത്തിൽ നമ്മൾ വെള്ളം വാങ്ങേണ്ടി കയറിയതാണ്. അപ്പോൾ ഗുൽഫി ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ഗുൽഫി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൈഡാക്കിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോഴാണ് ഇവിടെ ഗുൽഫി കണ്ടത്. അപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കുമ്പോൾ അസാധ്യ ടേസ്റ്റ് കിട്ടാം. നമ്മൾ ഗുൽഫി മുൻപ് പല സ്ഥലത്തും കഴിച്ചിട്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുൽഫി എല്ലാവർക്കും ഓർഡർ ചെയ്തു. വാങ്ങുന്നത് കണ്ടപാടെ ചെക്കൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി വന്നു എന്നുള്ളതാണ്. കൊടുക്കും ആകെ കൈമക്കടെ ഒലിക്കുന്നുണ്ട് കേട്ടോ. ഹവാ മഹലിന്റെ അവിടുന്ന് ഏകദേശം 7.5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ഹാംബർ ഫോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഹാംബർ ഫോർട്ടിൽ പോവാണ്. അപ്പോൾ ഹാംബർ ഫോർട്ടിലെത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും വെച്ചിട്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡ് വിശദമായിട്ട് ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ ഹാംബറിൻ്റെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഹവാ മഹലിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടു നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവിടെ പിങ്ക് സിറ്റി എന്ന് പറയുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഹാംബർ ഫോർട്ടൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഹവാ മഹലിൻ്റെ രാത്രിക്കത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറയാൻ പറ്റിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ ഈ വീഡിയോയിൽ ഹവാ മഹൽ കാണിച്ച സമയത്ത് നമ്മൾ ഹവാ മഹലിൻ്റെ ഒരു നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട്. ഈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവാ മഹലിന് നേരെ ഓപ്പോസിറ്റ് കുറേ കഫേകളുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും 100-200 രൂപക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാതെ ഫ്രീ ആയിട്ട് പോയാലൊന്നും അവരെന്ത് ചെയ്യുന്ന നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊന്നും ചെയ്ത് തരുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസ് എടുക്കാനും നല്ലപടിയില്ല. അവിടെ പോയിട്ട് ഒരു 100-200 രൂപയ്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ ഇതിനുള്ള ഓപ്ഷൻസ് അവർ തരുന്നതാണ്. അത്യാവശ്യം റഷുണ്ട്, ഒരുപാട് കഫേസ് ഉണ്ട്. അപ്പം അതിൽ ഏതൊരു കഫേയുടെ നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞ് തരുന്നെങ്കിൽ അവിടെ പോയിട്ട് അതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ.